അപ്പോൾ ഇവിടെ ഒരു ചോദ്യമാണ് ആദ്യം വരുന്നത്. ജീവാത്മാവിന് ദുഃഖം സ്വാഭാവികമോ അഥവാ ആകുന്തകമോ എന്നുള്ള ചോദ്യം. ഇപ്പോൾ പറയുന്നു ആകുന്തകമെന്ന് വേണം അറിയേണ്ടത്. സ്വാഭാവികമെന്ന് പറഞ്ഞാൽ അതിന് അനേക ദോഷങ്ങൾ ഇരിക്കുന്നു. എങ്ങനെയെന്നാൽ ഈ ജീവാത്മാവിന് ദുഃഖം എന്നത് സ്വാഭാവികമെങ്കിൽ ദുഃഖനിവൃത്തി ഒരിക്കലും ഉണ്ടാകുകയില്ല. ദുഃഖമറ്റതായ സുഖം ഒരുവനും ഉണ്ടാകാനും സാധ്യമല്ല. ദുഃഖനിവൃത്തിക്കും സുഖപ്രാപ്തിക്കും ഒരുവനും ഒരു കർമ്മവും ആവശ്യമറ്റതാകും. സത്കർമ്മം, യോഗം, ധ്യാനം, ഉപാസന ഇവകളിൽ ഒരുവനും പ്രയത്നമില്ലാതെ പോകും. വേദശാസ്ത്ര പുരാണാദികളും പ്രയോജനശൂന്യമാകുമെന്നറിയണം. ദുഃഖവും സ്വാഭാവികമായിരിക്കട്ടെ, അതിൻ്റെ നിവൃത്തിക്കായുള്ള പ്രയത്നവും ചെയ്യട്ടെ എന്നാലോ ഇതൊരു കാലത്തും ഉണ്ടാകുകയില്ല. സ്വാഭാവികമെന്നത് സ്വസ്വരൂപമായതിനാൽ സ്വസ്വരൂപനാശത്തിൻ്റെ ഫലം കിട്ടാൻ ആര് പ്രയത്നം ചെയ്യും? സ്വരൂപനാശമായാൽ പുരുഷാർത്ഥത്തെ ആരടയും? സ്വാഭാവികമാണ് സ്വസ്വരൂപമെന്ന് എങ്ങനെ എന്നാൽ ശർക്കരയ്ക്ക് മധുരഗുണം സ്വഭാവം, മധുരഗുണം നാശമാകണമെന്ന് വന്നാൽ ശർക്കരയ്ക്ക് നാശമുണ്ടാകും. അതുപോലെ ജീവാത്മാവിന് ദുഃഖം സ്വാഭാവികമായാൽ ദുഃഖനാശം ഉണ്ടാകുക എന്നത് ആത്മസ്വരൂപത്തിന് ഉണ്ടാകുമെന്നർത്ഥം. ആത്മാവിന് നാശമേ ഇല്ല. ആത്മാവ് നാശമറ്റതെന്നും നിത്യനെന്നും ജനനമരണമറ്റതെന്നും ശ്രുതികൾ ഘോഷിക്കുന്നു. ഒരു ഖണ്ഡിക വായിച്ചതാണ്. അതായത് നാം എല്ലാം സ്വരൂപങ്ങളാണ്. അപ്പോഴാണ് ഈ ദുഃഖം വന്നിരിക്കുകയാണ്. ഈ ദുഃഖത്തെപ്പറ്റി പറയുമ്പോൾ ഈ ദുഃഖം എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇത് ആകുന്തകമായി വന്നു ചേർന്നതാണ്. ആത്മാവിൽ ഈ ദുഃഖം ആകുന്തകമാണ് എന്ന് പറഞ്ഞാൽ വന്നു ചേർന്നതാണ്, സ്വാഭാവികമായുള്ളതല്ല. ആത്മാവിൽ ഈ ദുഃഖം സ്വാഭാവികമായുള്ളതല്ല. അർത്ഥം മനസ്സിലായോ? കാരണം ആത്മാവ് എപ്പോഴും ആനന്ദരൂപമായിട്ടിരിക്കുകയാണ്. അതിൽ ഈ ദുഃഖം ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നില്ലേ? അതെങ്ങനെയാണ് വന്നത്? അത് ആകുന്തകമായി വന്നതാണ്, വന്നു ചേർന്നതാണ്. ഇത്രയേ ഉള്ളൂ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ സ്വാഭാവികമല്ല. ഇനി പറയാണ്, ജീവാത്മാവിന് ദുഃഖം എന്നത് സ്വാഭാവികമാണെങ്കിൽ ഇത് വാസ്തവത്തിൽ ഈ ആത്മാവിൽ ഈ ദുഃഖം സ്വാഭാവികമായി ആയിരുന്നെങ്കിൽ ദുഃഖനിവൃത്തിക്കും സുഖപ്രാപ്തിക്കും ഒരുവനും ഒരു കർമ്മവും ചെയ്യാൻ പറ്റില്ല, ചെയ്യില്ലായിരുന്നു. ഇവകളിൽ ഒരുവനും പ്രവൃത്തി ഉണ്ടാകുകയില്ലായിരുന്നു. ദുഃഖനിവൃത്തിക്ക് സുഖപ്രാപ്തിക്ക് ഒരുവനും ഒരു കർമ്മവും ആവശ്യമറ്റതാകും. അതുപോലെ സത്കർമ്മം, യോഗം, ധ്യാനം, ഉപാസന ഇവകളിൽ ഒരുവനും പ്രയത്നമില്ലാതെ പോകും. വേദശാസ്ത്ര പുരാണാദികളും പ്രയോജനശൂന്യമാകുമെന്നറിയണം. ഇനി പറയണം, ദുഃഖവും സ്വാഭാവികമായി ഇരിക്കട്ടെ, അതിൻ്റെ നിവൃത്തിക്കായി പ്രയത്നവും ചെയ്യട്ടെ എന്നാലോ അത് ഒരു കാലത്തും ഉണ്ടാകുകയില്ല. സ്വാഭാവികമെന്നത് സ്വസ്വരൂപമായതിനാൽ സ്വരൂപനാശത്തിൻ്റെ ഫലം കിട്ടാൻ ആര് പ്രയത്നിക്കും? സ്വരൂപനാശമായ പുരുഷാർത്ഥത്തെ ആരടയും? സ്വാഭാവികമാണ് സ്വസ്വരൂപം എന്നത് എങ്ങനെയെന്നാൽ ശർക്കരയ്ക്ക് മധുരഗുണം സ്വഭാവം, മധുരഗുണം നാശമാകണമെന്ന് വന്നാൽ ശർക്കരയ്ക്ക് നാശമുണ്ടാകും. അതുപോലെ ജീവാത്മാവിന് ദുഃഖം സ്വാഭാവികമായാൽ ദുഃഖനാശം ഉണ്ടാകുക എന്നത് ആത്മസ്വരൂപത്തിന് നാശമുണ്ടാകും. ആത്മാവിനെ പറ്റി പറയുമ്പോൾ അത് നാശമേ ഇല്ല, ആത്മാവിന് നാശമേ ഇല്ല. ആത്മാവിന് ദുഃഖം സ്വാഭാവികമായ ദുഃഖനാശം ഉണ്ടാകുക എന്നാൽ ആത്മസ്വരൂപത്തിന് നാശമുണ്ടാകും. ആത്മാവിന് നാശമേ ഇല്ല. ആത്മാവ് നാശമറ്റതെന്ന് നിത്യനെന്നും ജനനമരണമറ്റതെന്നും ശ്രുതികൾ ഘോഷിക്കുന്നു. അതിനാൽ ആത്മാവിന് ദുഃഖം സ്വാഭാവികമല്ല, ആകുന്തകമെന്നറിയണം. അപ്പോൾ നമുക്ക് വന്നു ചേരുന്നതാണ് ദുഃഖം. അല്ലാതെ നമുക്ക് സ്വാഭാവികമായിട്ട് ഈ ദുഃഖം നമ്മിൽ ആരിലും ഇല്ല.
ദേശകാല പരിതസ്ഥിതികളാൽ വന്നു ചേരുന്നതായിട്ടാണ് ദുഃഖം ഇരിക്കുന്നത്, അല്ലേ? യഥാർത്ഥത്തിൽ ദുഃഖം ഇല്ല. അതിന് ഉദാഹരണം സുഷുപ്തിയാണ്. സുഷുപ്തിയിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം, വലിയ രോഗികൾ പോലും അവിടെ രോഗിയല്ല. എന്താണ് അവിടുത്തെ അനുഭവം വെച്ച് പറയുകയാണ്. സുഷുപ്തിയിലെ അനുഭവത്തിലെ രോഗിയല്ല. അവിടെ എന്തുകൊണ്ട് അവിടെ അല്ല എന്ന് ചോദിച്ചാൽ പറയുന്നു, യഥാർത്ഥത്തിൽ ഇത് വന്നു ചേർന്നതായതുകൊണ്ടാണ് നമുക്കിവിടെ തോന്നിയത് അത് ഈ ദുഃഖം. അപ്പോൾ അതുകൊണ്ട് അവിടെ വെച്ച് തന്നെ ഈശ്വരൻ കാണിച്ചു തരികയാണ്, യഥാർത്ഥത്തിൽ ഇതെല്ലാം വന്നു ചേർന്നതാണ്. അതുകൊണ്ട് അതിനെ മാറ്റിയേ മാറും. ആത്മാവിന് ദുഃഖം സ്വാഭാവികമല്ല, ആകുന്തകമെന്നറിയണം. സ്വാഭാവികം നശിച്ച് സ്വരൂപം മാത്രം നശിക്കാതിരിക്കുമല്ലോ. എങ്ങനെയെന്നാൽ അഗ്നിക്ക് ഉഷ്ണം സ്വാഭാവികം, മണിമന്ത്രാദികളാൽ ആ ഉഷ്ണം നിവൃത്തിയാകാൻ സാധിക്കും. അങ്ങനെ ആകുന്നതിനാൽ അഗ്നിക്ക് സ്വരൂപനാശമില്ല, അന്യമായ കുളിർമയുണ്ടാകാൻ സാധിക്കും. അതുപോലെ ആത്മാവിന് ദുഃഖം സ്വാഭാവികമായിരിക്കട്ടെ, അതിൻ്റെ ഉത്കൃഷ്ടമായ കർമ്മോപാസന യോഗബലം ഇവകളാൽ നിവൃത്തിയും ഉണ്ടാകട്ടെ, സുഖവും വരട്ടെ. എന്നാലോ അങ്ങനെ ഉണ്ടാകുകയില്ല. അഗ്നിക്ക് ഉഷ്ണനിവൃത്തി മണിമന്ത്രാദികളാൽ ഉണ്ടാകുന്നതും ഉത്കൃഷ്ട കർമ്മം മുതലായവകളാൽ ആത്മാവിന് ദുഃഖനിവൃത്തി ആകുന്നതും താൽക്കാലികമാകുന്നു, കുറച്ചു നേരത്തേക്ക് മാത്രം എന്നർത്ഥം. നിരന്തരമല്ല, എപ്പോഴും നിവൃത്തി എന്നതില്ല. എങ്ങനെയെന്നാൽ കർമ്മത്തിനാൽ ഉണ്ടാകുന്ന സകലതും കർമ്മം നാശമായാൽ നശിച്ചു പോകും. മുകളിൽ കണ്ട ആക്ഷേപപ്രകാരമുള്ള ദാഷ്ടാന്തങ്ങളായ അഗ്നി, ആത്മാ ഇവകളുടെ യഥാക്രമമുള്ള ഉഷ്ണത്വവും ദുഃഖത്വവും മണിമന്ത്രങ്ങളാലും ഉത്കൃഷ്ടമായ കർമ്മോപാസന യോഗം ഇവകളാലും മാറിയാലും അതിനു വേണ്ടിയുള്ള മണിമന്ത്രാദികൾ മുതലായവ നശിച്ചാൽ അതിനാൽ ഉണ്ടായിരുന്ന കുളിർമ, സുഖം ഇവകളും കൂടെ നശിച്ചു പോകും. വീണ്ടും സ്വാഭാവികമായ ഉഷ്ണത്വവും ദുഃഖത്വവും ഉണ്ടാകും. ഇപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം പറഞ്ഞു പോകുമ്പോൾ വലുതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ അഗ്നിയെ പറ്റി പറയുമ്പോൾ അഗ്നിയിലുള്ള ഉഷ്ണം മണിമന്ത്ര ഔഷധങ്ങളെ കൊണ്ട് മാറ്റാൻ പറ്റും. എന്തിനാണ് മണിമന്ത്ര ഔഷധങ്ങൾ എന്നറിയാം? ഈ മന്ത്രവാദികൾ ആ മണിമന്ത്ര ഔഷധങ്ങളെ കൊണ്ട് അഗ്നിയുടെ ദഹനശക്തിയെ പിൻവലിക്കും. അങ്ങനെ ദഹനശക്തിയെ പിൻവലിച്ച അഗ്നിയിലൂടെ നടക്കാൻ പറ്റും. അത് കാല് പൊള്ളിക്കില്ല. പക്ഷെ മണിമന്ത്ര ഔഷധങ്ങളെ കൊണ്ട് താൽക്കാലികമായി മാത്രമേ അത് പറ്റുള്ളൂ, നിരന്തരമായി പറ്റില്ല. ഇതിൻ്റെ അർത്ഥം നമ്മൾ ഈ ദുഃഖ നിവൃത്തിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും, പല കർമ്മങ്ങൾ ചെയ്യണം. ഭൗതികത്തിൽ ദുഃഖ നിവൃത്തിക്ക് തന്നെയാണ് നമ്മൾ പ്രയത്നിക്കുന്നത്, അല്ലേ? നമുക്കൊരു വൈഷമ്യം ഉണ്ടായി, അപ്പോൾ നമ്മൾ ആലോചിക്കും എന്തുകൊണ്ട്. അപ്പോൾ അത് ആ ഡോക്ടറെ പോയി കണ്ട ആ ശാരീരികമായൊരു വൈഷമ്യം മാറിക്കിട്ടും. അപ്പോൾ അതിനെന്താണ് വേണ്ടത്? പണം, അല്ലേ? അപ്പോൾ നമ്മൾ ആ പണം ഉണ്ടാക്കി താൽക്കാലികമായിട്ട് അങ്ങനെ ഒരു ദുഃഖത്തെ നിവർത്തിക്കുന്ന കണ്ടിട്ടില്ല. ഈ രൂപത്തിലൊക്കെ താൽക്കാലികമായുള്ള ഒരു നിവൃത്തിയെ ഇതിലുള്ളൂ. ഇവർ പറയുന്നത് നിരന്തരമായ നിവൃത്തി ജ്ഞാനം കൊണ്ടേ. നിരന്തരമായ ദുഃഖ നിവൃത്തിയെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എല്ലാ ജീവന്മാരും ഈ ദുഃഖത്തെ നശിപ്പിക്കാനും സുഖമായിരിക്കാനും വേണ്ടി പ്രയത്നം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെ? അവർക്കറിയാവുന്ന വിധത്തിൽ മകനെ കാണുന്നതാണ് സുഖമെന്ന് കരുതി അവനെ വിളിച്ചു വരുത്തി കാണുന്നു. പക്ഷെ അവൻ വന്ന് കാണുമ്പോൾ ഒരു സുഖം തന്നെയാണ്. അത് കഴിഞ്ഞവൻ നിരന്തരമായിട്ട് അവൻ കൂടെ നിന്നാൽ അത് ദുഃഖമായി വരും പിന്നീട്. ഇപ്പം ലോകത്തിലെ എല്ലാ കർമ്മങ്ങളിലൂടെയും താൽക്കാലികമായ നിവൃത്തി ഓരോരുത്തർക്ക് വരുന്നുണ്ട്, ദുഃഖ നിവൃത്തി വരുന്നുണ്ട്. പക്ഷെ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിരന്തരമായ ദുഃഖ നിവൃത്തി. അതിനെന്ത് വേണം? അത് കർമ്മം കൊണ്ടോ യോഗം കൊണ്ടോ മറ്റൊന്നും കൊണ്ട് സാധ്യമല്ല. കാരണം ജ്ഞാനം കൊണ്ട് മാത്രമേ വരൂ. ജ്ഞാനം കൊണ്ട് മാത്രമേ മറ്റേയൊക്കെ താൽക്കാലികം.
നിരന്തരമായ ദുഃഖനിവൃത്തിയുള്ളൂ. അങ്ങനെയുള്ള ജ്ഞാനം എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ കാണിച്ചു തരും, ശ്രുതി കാണിച്ചു തരും. എങ്ങനെ അറിയും ചേച്ചി ഒരാൾ എന്ന് ചോദിച്ചാൽ അവർ പറയുന്നു, വേദാന്ത വിചാരജന്യമായിട്ട് ഈ ജ്ഞാനം ഇതിൽ വരും. അത് നിരന്തരമായിട്ടുള്ള ദുഃഖനിവൃത്തിയെ അത് ഉണ്ടാക്കും. അതിന് കാരണം എന്താണെന്നറിയാം? അത് അതിൽ വിവേകം കൊണ്ട് അതിൻ്റെ ബാഹ്യാംശങ്ങളെല്ലാം അത് മാറ്റിക്കളയും. എന്നിട്ട് ആത്മാവായിട്ട് തന്നെ സ്ഥിതി ചെയ്യും. അങ്ങനെ സ്ഥിതി ചെയ്ത് വരുന്നതിനാണ് സമാധി അനുഭവത്തിൽ കൂടെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നത്. ഈ ശ്രുതികൾ കാണിച്ചു കൊടുക്കും. നമ്മളൊക്കെ അതിലോട്ട് എത്തിപ്പെടാനായിട്ട് പ്രയത്നിക്കുന്നവരാണ്. അത്രയേ ഉള്ളൂ. അതിൻ്റെ ആ വിചാരം ധാര ഇതിൽ ഉണ്ടായാൽ ആർക്കും ഇതിന് പ്രവർത്തിക്കാൻ പറ്റും. അങ്ങനെയാണ്. മറ്റതെല്ലാം താൽക്കാലികം. അതുകൊണ്ടാണ് പറഞ്ഞത്, മന്ത്രം ജപിച്ച് മറ്റെല്ലാത്തിനും താൽക്കാലികമായ നിവൃത്തി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, വേദത്തിനും പറയാനൊന്നുമില്ല, ഈ ജ്ഞാനത്തിലൂടെ അല്ലാതെ ശാശ്വതമായ മുക്തി ഇതിൽ വരില്ല. ശാശ്വതമായ മുക്തിയാണ്. മറ്റതെല്ലാം താൽക്കാലികമാണ്. എന്നാൽ ദുഃഖം എങ്ങനെയാണ് ഇരിക്കുന്നത്? ആത്മാവിൽ ഈ ദുഃഖം തോന്നുന്നത് എന്തുകൊണ്ടാണ്? അത് വന്നു ചേർന്ന ആകുന്നകമാണ്. ആത്മാവിൽ ദുഃഖമില്ല, പക്ഷെ വന്നു ചേർന്നത് പോലെയാണ് ഇത് ഇരിക്കുന്നത്. മാത്രമല്ല, അങ്ങനെ വന്നു ചേർന്നത് പോലെ ഇരിക്കുന്നതിന് നമ്മൾ മാറ്റാൻ ശ്രമിച്ചാൽ മാറ്റാം. അങ്ങനെ മാറ്റുന്ന രൂപത്തിൽ നമ്മൾ താൽക്കാലിക നിവൃത്തി ചെയ്ത് എല്ലാവരും ഈ ജീവിതത്തിൽ കഴിയുന്നവരാണ്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ആത്മാവിനെ ഉള്ളതുപോലെ അറിയുക. ആ ആത്മാവിൽ ഈ ദുഃഖമില്ല. യഥാർത്ഥമായിരിക്കുന്ന ആത്മാവിൽ ദുഃഖമില്ല. പിന്നെ മറ്റത് വന്നു ചേർന്നത് പോലെ ഇരിക്കുന്ന ആ അവസ്ഥകളിൽ വന്നു ചേർന്നത് പോലെ തോന്നുന്നതാണ്. അതുകൊണ്ടാണ് ഇത് യഥാർത്ഥ സ്വരൂപം എന്ന് പറഞ്ഞാൽ അതാണ് തുര്യ അവസ്ഥ എന്നൊക്കെ പറയും. ഇവർ പറയും തുര്യ നിലയിലേക്ക് ആ ജീവൻ വന്നു കഴിഞ്ഞാൽ. ഇപ്പം നമുക്ക് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നുള്ള 3 അവസ്ഥ അറിയാവൂ അല്ലേ? ഈ 3 അവസ്ഥകളും ഇതിൽ വന്നിട്ട് പോകുന്ന അവസ്ഥകളാണ്. ഈ അവസ്ഥകളെല്ലാം വാസ്തവമല്ല. ഈ പോയി വന്ന് നിൽക്കുന്നതൊന്നും വാസ്തവമല്ല. സ്ഥിരമായി എന്തെങ്കിലും ഉണ്ടോ? അത് വാസ്തവമാണ്. സ്ഥിരമായി എന്തുണ്ട് എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് ഈ തുര്യത്തിലാണ് ഈ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി എന്ന 3 അവസ്ഥയും ഇങ്ങനെ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ജീവിതം. ജാഗ്രത വന്നത് നിലനിൽക്കുന്നില്ല. അത് സ്വപ്നത്തിലേക്ക് വഴിമാറും. സ്വപ്നവും നിലനിൽക്കുന്നില്ല. അത് സുഷുപ്തിയിലേക്ക് പോകും. ഏതെങ്കിലും ഒരവസ്ഥയെ പിടിച്ച് നിൽക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അത് വലിയൊരു നേട്ടമായി. പക്ഷെ അതിന് ആർക്കും സാധിക്കില്ല. എന്തുകൊണ്ട്? ഇത് 3 മിഥ്യാ സ്വഭാവമുള്ളതാണ്. ഇത് വാസ്തവമല്ല, സ്ഥിരതയില്ലാത്തതാണ്. അസ്ഥിരമായിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് പിടിച്ചാലും നമുക്കൊരു അസ്ഥിരത തന്നെ ഫലം. ഇതിന് വിശ്വസിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മളും അസ്ഥിരതയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ആ സ്ഥിരമായി നിൽക്കുന്ന ആ തുര്യബോധത്തിൽ, ആ തുര്യത്തിൽ പിടി വീണാൽ നമ്മൾ സ്ഥിരത ഇതിലും വരും. അതുകൊണ്ട് വിവേകികൾ പറയണമെന്ന് വെച്ചാൽ ഏതിനെ ആശ്രയിച്ചാൽ, ഏതിനെ സംപ്രാപിച്ചാൽ എല്ലാം ശാശ്വതമായി വിട്ടുമാറുമോ, അതാണ് ഇവിടെ ജ്ഞാനം ഉപദേശം ചെയ്തിരിക്കുന്നത്. ജ്ഞാനം അതിനെ കാട്ടിത്തരും. പക്ഷെ തരുന്നതിന് കാണണമെങ്കിൽ ഒരാൾക്ക് കുറേ യോഗ്യതകൾ അയാൾക്ക് വേണം. ആ യോഗ്യതയിൽ പ്രധാന മനസ്സിന് ശുദ്ധിയാണ്. ആ ശുദ്ധിയായ മനസ്സ്, കൽമഷയില്ലാത്ത മനസ്സ്, ഇതിലേക്കുള്ള തീവ്രമായ ആഗ്രഹമുള്ള മനസ്സ്, അത് വരണമെങ്കിൽ ലോക കാര്യങ്ങളിലെല്ലാം നല്ലപോലെ വിമർശനം ഉണ്ടാവണം. ഇതിലൊന്നിനെ അംഗീകരിക്കാൻ പാടില്ല. ലോകതത്വങ്ങളെ നന്നായി വിമർശിക്കുക, ശങ്ക പോവും. ലോക തത്വങ്ങളെ അംഗീകരിക്കുന്ന ഒരു മനസ്സിന് ഇത് സാധ്യമല്ല. ലോക തത്വങ്ങളെ നിരസിക്കുന്ന മനസ്സ്, വിമർശിക്കുന്ന ഒരു മനസ്സ് ഇതിന് ആവശ്യമായി വേണ്ടത്. ഏതിന്? ഈ ജ്ഞാനമടയുന്നതിന് അങ്ങനെയുള്ളൊരു മാനസിക നിലയാണ് ആവശ്യം. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതെല്ലാം വിട്ടുകളെ എന്ന് പറഞ്ഞത്.
കാരണം ഇതിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് സംബന്ധിച്ചുള്ള മാനസിക സമ്മർദ്ദങ്ങളുണ്ട്. അതുകൊണ്ടാണ് എല്ലാം ഈശ്വരാർപ്പണം ചെയ്ത് നിൽക്കാൻ പറ്റും. എല്ലാം ഈശ്വരൻ ചെയ്യലാണ്, ഈശ്വരൻ്റെതാണ് ഇതെല്ലാം. ഈശാവാസി വിധം സർവം എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും അതിൻ്റെ കരുത്ത് നമ്മളുടെ ആ സെൻസിൽ വരാമെങ്കിൽ അത് മാറും. അങ്ങനെയാണ് ഇരിക്കേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്. ഈ ദുഃഖ നിവൃത്തിക്കുള്ള പരിശ്രമമാണ് എല്ലാ പ്രാണികളും ചെയ്യണത്. പക്ഷേ അതൊന്നും ശാശ്വതമായ പരിഹാരമല്ല. ശാശ്വതമായ പരിഹാരം എന്തിനു വേണം? ജ്ഞാനം കൊണ്ട് മാത്രമേ സാധിക്കൂ. അങ്ങനെയുള്ള ജ്ഞാനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ ആത്മവസ്തുവിനെ തിരിച്ചറിയണതാണ്. ഇവിടെ പറഞ്ഞ ശർക്കര കൊണ്ട് ഉണ്ടാക്കിയ പലഹാരങ്ങൾ, ആ പലഹാരങ്ങളെ സംബന്ധിച്ച് നമ്മൾ പലഹാരത്തിൽ ആ രുചി അല്ലെങ്കിൽ ആ മധുരം അനുഭവിക്കുമ്പോൾ അത് പലഹാരത്തിൻ്റെതാണോ? അല്ല, അത് ആ ശർക്കരയുടേതാണെന്ന് തിരിച്ചറിയും. ഇപ്പം ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്നതെല്ലാം വാസ്തവത്തിൽ അതിൻ്റെതാണോ? അല്ല, ഇതെല്ലാം ആത്മാവിൻ്റെതാണ്. ഈ സത്ത് ചിത്ത് ആനന്ദരൂപമായ ആത്മ ഈ ലോകവസ്തുക്കളിലൂടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ലോകവസ്തുക്കളെ കാണുന്നുള്ളൂ, അതിന് ആധാര അധിഷ്ഠാനമായിരിക്കുന്ന ആത്മാവിനെ ആരും അറിയുന്നില്ല. എന്തുകൊണ്ട്? അവൻ്റെ താൽക്കാലികമായ ഒരു ദുഃഖ നിവർത്തിക്കാണ് അവൻ പരിശ്രമിക്കുന്നത്. ശാശ്വതമായിട്ടുള്ള പരിശ്രമം എങ്ങനെ വേണം? അതിലൂടെ തന്നെ കാണും, അതിലൂടെ താനായി ഇരിക്കുന്ന ഒരു സ്വഭാവത്തിൽ ഏർപ്പെടും. ഏതിലൂടെ? ആ ഓബ്ജക്റ്റിലൂടെ. ഇതാണ് മഹത്തുക്കൾ പറഞ്ഞു തന്ന ആത്മവിദ്യ. എല്ലാത്തിലും തന്നെ കാണുക, എല്ലാം താനായിട്ട് കാണുക. ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഇതിൻ്റെ അർത്ഥം ഇതാണ്. കാരണം ഇതെല്ലാം വാസ്തവത്തിൽ ഈ വിളങ്ങിക്കൊണ്ടിരിക്കുന്നത് ആത്മാവാണ്. ആരെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് വേറെ ഒരു മരം, അല്ലെങ്കിൽ അത് വേറെ ഒരു സംഭവം, അല്ലെങ്കിൽ വേറെ ഒരാൾ എന്തൊക്കെ തോന്നും. പക്ഷെ എല്ലാത്തിലും സച്ചിദാനന്ദമായിട്ട് ഇരിക്കുന്നത് ഈ ആത്മാവാണ്. അതിനെ തിരിച്ചറിഞ്ഞാൽ ശാശ്വതമായ മുക്തിയുണ്ട്. അല്ലെങ്കിൽ താൽക്കാലികമായ ഒരു ദുഃഖ നിവൃത്തി മാത്രമേ ഉണ്ടാവൂ. ലോകത്ത് കർമ്മങ്ങൾ പല രൂപത്തിൽ മുക്തിമാർഗങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഭക്തിയിലൂടെ വരുന്നവരുണ്ട്, യോഗങ്ങളൊക്കെ പ്രാണായാമങ്ങളൊക്കെ അഭ്യസിച്ച് വരുന്നവരുണ്ട്, പല രൂപത്തിൽ വരുന്നവരുണ്ടെങ്കിലും മഹത്തുക്കൾ പറയുന്ന ജ്ഞാനത്തിലൂടെ വരാതെ ഇതിലൊരു താൽക്കാലികമായി മാത്രമേ നിൽക്കാൻ പറ്റൂ. ഒരു ഉദാഹരണം, മന്ത്രം പറഞ്ഞ് നിൽക്കുന്ന ഒരാളിന് മന്ത്രം പറഞ്ഞ് തീരുന്നത് വരെ അത് നിൽക്കും. അത് കഴിഞ്ഞാൽ അത് ഇല്ലാതായി. ഏത്? ആ ദുഃഖ നിവൃത്തി ഇല്ലാതായി. അതുപോലെ ഏതെങ്കിലും ഒരു വിഷയത്തെ, ഒരു കാര്യത്തെ പിടിച്ചുകൊണ്ടാണ് ഇത് ഈ കാര്യം സാധിക്കുന്നതെങ്കിൽ അത് താൽക്കാലികമാണ്. ജ്ഞാനം ഒന്നിനെ പിടിച്ചല്ല നിൽക്കുന്നത്, വിവേകമാണ്. ആ വിവേകത്തോടു കൂടി ഇതിനെ പിടിച്ചിട്ടുമില്ല വിട്ടിട്ടുമില്ല അങ്ങനെ നിൽക്കുന്ന ഒരു നില ഇതിൽ ജ്ഞാനികൾക്കുണ്ട്. അങ്ങനെയുള്ള ആ ഒരു നില ഇതിൽ കൈവരണമെങ്കിൽ നിരന്തരമായിട്ട് ഇതിൽ പ്രവൃത്തി എടുത്തുകൊണ്ടേ പോയാൽ മതി. അത് സ്വാഭാവികമായിട്ട് ആ ഗുരു തന്നെ വന്ന് അനുഗ്രഹിക്കും. കാരണം നമുക്ക് കഴിയുന്നത് വളരെ ചെറിയൊരു അംശമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കാക്ക മുട്ടയെടുത്ത പോലെ എന്നൊരു കഥ പറഞ്ഞു. കാക്കയ്ക്ക് ഒരിക്കലും മുട്ടയെടുക്കാൻ പറ്റില്ല. പക്ഷെ കാക്കയുടെ പ്രവൃത്തി കണ്ട് വരുന്ന ഭഗവാൻ ആ മുട്ടയെടുത്ത് കൊടുക്കേണ്ടുണ്ടായത്. ഇതുപോലെ നമ്മളെല്ലാം ബലഹീനന്മാരാണ്. അതാണ് ജീവന്മാരെന്ന് വെച്ചാൽ ബലഹീനന്മാരെന്നാണ് അർത്ഥം. സ്വാമി പറഞ്ഞിട്ടു തൻ്റെ പുറവശം കാണാൻ കഴിയാത്ത ആളുകൾ പിൻഭാഗം കാണാൻ ആർക്കെങ്കിലും പറ്റും. അത്ര പോലും കാഴ്ചയില്ലാത്ത ആളുകൾ എന്നുള്ള കുരുടന്മാരായിട്ടാണ് ഈ ജീവന്മാരെ പറ്റി വേദം പറഞ്ഞിരിക്കുന്നത്. അന്ധന്മാർ, കുരുടന്മാർ. ആ കുരുട് മാറ്റാനുള്ള മരുന്നാണ് ഈ ജ്ഞാനോപദേശം. കുരുട് മാറ്റും. അതെങ്ങനെയൊക്കെ മാറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഒരു വലിയ ഒരു അസുഖത്തിന് കൊടുക്കുന്ന മരുന്നിൽ
എന്തെല്ലാമൊക്കെ ചേർന്നിട്ടുണ്ട്. ഫോസ്ഫറസ്, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, എന്തൊക്കെ ചേർന്നിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ അത് കഴിച്ചാൽ ഈ അസുഖം ഭേദപ്പെടുമെന്നുള്ളത് നമുക്കറിയാം. ഇതുപോലെയാണ്. അതാണ് വേദവും ഈ തരുന്ന മരുന്ന് അത് എങ്ങനെ ശരിയാവുമെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ആശങ്ക തോന്നിയേക്കാം. പക്ഷേ വേണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒട്ടും വേണ്ട. കാരണം അത് ആ വിധി പോലെ അതിനെ സേവിച്ചാൽ ഇതിൻ്റെ ഫലം ഇതാണ്. അയ്യോ അതെങ്ങനെ ശരിയാവും സ്വാമി, അതെങ്ങനെ സ്വാമി, ഞാനോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുമ്പോൾ അതെങ്ങനെ സ്വാമി എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നാൽ അതിനെ വരും. അത് നീ അത് ശരി ഒഴുങ്കായിട്ട് ചെയ്യാൻ പറയും. ഗുരുദേവൻ്റെ അടുത്ത് ഒരിക്കലും ഒരാൾ വന്നല്ലോ. അദ്ദേഹത്തിൻ്റെ പേര് വാഗ്ബടാനന്ദൻ. വലിയൊരു ആചാര്യനാണ് അദ്ദേഹം. കുറേ ശിഷ്യന്മാരുമായിട്ടാണ് സ്വാമിയോട് തർക്കിക്കാൻ വന്നത്. ആദ്യം ആധ്യാത്മികമായ കാര്യങ്ങളിൽ തർക്കം ഉന്നയിച്ചുകൊണ്ട്. പണ്ടൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു, ഇപ്പോഴൊന്നും അതില്ല. വലിയ വലിയ ആചാര്യന്മാർ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ചിലർ തർക്കിക്കാൻ ചെല്ലും. ഇപ്പോൾ അതില്ല. അപ്പോൾ വന്നപ്പോഴത്തേനും അദ്ദേഹം അവസാനം അയാൾ തർക്കത്തിൽ തോറ്റുകയാണ്. ഈ വാഗ്ബട തോറ്റിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരടക്കം ഗുരുദേവൻ്റെ ശിഷ്യന്മാരായി മാറി. അങ്ങനെ കഴിഞ്ഞ് വരവേ അദ്ദേഹത്തിന് ആദ്യം ഇരുന്ന ആ ഉശിരൊക്കെ പോയി. കാരണം ഗുരുദേവനോട് തർക്കിച്ചപ്പോൾ എല്ലാം പോയി. പറഞ്ഞില്ലേ, പിന്നെ ഇതിൻ്റെ തേക്കുമരമോ ഏതോ ഒരു മരമുണ്ട്, അതിൽ ഈ കോടാലി വെച്ച് വെട്ടിയ ആ കോടാലിയുടെ നാക്ക് വാ തേഞ്ഞു പോകുന്ന പോലെ, പോയ കോടാലി പോലെയാ ഈ വാഗ്ബട. കാര്യം വെട്ടിയത് എവിടെ? മുറിയാത്ത ഒരു തടിയിലല്ലേ വെട്ടിയിരിക്കുന്നു. ജ്ഞാനികളെന്ന് വെച്ചാൽ സാധാരണക്കാരാണോ? അയാളെ വായൊക്കെ പോയി, എൻ്റെ കോടാലിയുടെ വായ എത്രയും പോയി. പിന്നെ മുണ്ടാട്ടോ ഇല്ല, ഉരിയാട്ടോ ഇല്ല, ഇങ്ങനെ കഴിയണം. അപ്പോഴാണ് ഗുരുദേവൻ്റെ സമാധിയോട് അടുത്തപ്പോൾ സ്വാമി പറഞ്ഞു, ഞാനിനി 2 ദിവസം വരെ ഇരിക്കും, അത് കഴിഞ്ഞ് ഞാൻ ശരീരം ഉപേക്ഷിച്ച് പോകുന്നു. അപ്പോൾ കാണാം ഇവിടെ ഒരാൾ കരച്ചിലോട് കരച്ചിൽ. ആളാരെന്നറിയാം? വാഗ്ബട. എന്തുമാത്രം ശക്തിയായിട്ട് ഗുരുദേവനോട് വാദിച്ച് ജയിക്കാനായിട്ട് വന്നൊരു മനുഷ്യർ പോയ കോടാലി പോലെയായി. അവസാനം ഗുരുദേവൻ ചോദിച്ചത്, എന്താണോ ഇത് ചന്തിച്ചരക്കെന്നാണോ തൻ്റെ വിചാരം? ഞാൻ പറഞ്ഞ പോലെ പ്രവർത്തിക്കണമെന്ന് പറയും. ഇങ്ങനെയാണ് പറഞ്ഞു. പറഞ്ഞതുപോലെ പ്രവർത്തിക്കാൻ പറയും. അല്ലാതെ ഇങ്ങനെ ആകാശം നോക്കി ഇങ്ങനെ ഇരുന്നിട്ട് ഒന്നും കാര്യങ്ങളൊന്നും സാധിക്കില്ല. പറഞ്ഞതുപോലെ പ്രവർത്തിക്കാം എന്നാണ് പറഞ്ഞത്. ചന്തത്തിരക്കല്ലെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ നമുക്ക് വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നതല്ല. നമ്മൾ തന്നെ അധ്വാനിച്ച്, എന്നുവെച്ചാൽ നമ്മൾ തന്നെ വിചാരത്തിലൂടെ, വിവേകത്തിലൂടെ ഇതിന് സമ്പാദിക്കണം. ആ യുക്തികൾ ഇതിൽ സമ്പാദിച്ച് വെക്കണം. അങ്ങനെയാണ് പോലും ഇത് സാധിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. സുഖസ്വരൂപമായ ആത്മാവിന് ദുഃഖം എങ്ങനെ വന്നു? ശരീരം എടുത്തതിനാലാണ് വന്നത്. എവിടെ ശരീരപരിഗ്രഹമുണ്ടോ അവിടെ ദുഃഖമുണ്ട്. ലോകത്തിൽ രാജാവ് മുതലായവർക്കും ശരീരപരിഗ്രഹത്തിനാൽ ദുഃഖം ഇരിക്കുന്നുവോ? എന്നാൽ ഇരുന്നു കൊണ്ടേ ഇരിക്കുന്നു. അവർക്കും ശത്രുക്കളുടെ ഉപദ്രവത്തിനാലും അരസാക്ഷി ചെയ്വതിനാലും ധനധാന്യങ്ങളുടെ നാശത്തിനാലും സ്ത്രീപുത്രാദികളുടെ മരണത്തിനാലും ജര മുതലായ ഭവങ്ങളിനാലും താൻ മരിക്കുമെന്നുള്ള ഭയത്തിനാലും ദുഃഖം കാണപ്പെടുന്നു. ലോകത്തിൽ ചിലർ സുഖമായിരിക്കുന്നു എന്നുള്ള വ്യവഹാരം വെറും മോഹം മാത്രമാണ്. മോഹത്തിൽ ദുഃഖത്തിന് സുഖമെന്ന വ്യവഹാരം എങ്ങനെ ഉണ്ടാകാമെന്നാണെങ്കിൽ ദുഃഖം തന്നെ മോഹം കൊണ്ട് സുഖമായി തോന്നുന്നു. താൻ ചെയ്യുന്ന തൊഴിൽ ദുഃഖരൂപമായാലും മോഹത്തിനാൽ ആ കർമ്മത്തെ സുഖമായി വിചാരിച്ച് സന്തോഷപ്പെട്ടുകൊണ്ട് പാടിക്കൊണ്ടും ആ ഉത്സാഹത്തോടു കൂടി ഇരിക്കുന്നു. കണ്ടില്ല, നമുക്കറിയാം, ഗൾഫിലൊക്കെ പോയി ആ കൊടും വെയിലിൽ ജോലി ചെയ്യുന്നത് ഒരു സുഖമായ ഏർപ്പാടല്ല. പക്ഷേ അവർ സുഖമായിട്ട് ചെയ്യുന്നു. കാരണം അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം കൊണ്ട് അവരുടെ നാട്ടിലിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ക്ഷേമം അന്വേഷിക്കാമെന്നുള്ള ആ ഒരു മനസ്സോടുകൂടി. കണ്ടിട്ടില്ലേ?
ആ ദുഃഖത്തെ സുഖമായി മാറ്റം കണ്ടിട്ടില്ല. ഇതുപോലെയാണ് ഈ ദുഃഖത്തെ സുഖമായി മാറ്റിക്കൊണ്ടാണ് നമ്മൾ ഇപ്പം ഇരിക്കുന്നത്. ദുഃഖത്തെയാണ് സുഖമായി മാറ്റിയിരിക്കുന്നത്, യഥാർത്ഥ സുഖം അല്ലത്. അതിന് കാരണം എന്നാണ് പറഞ്ഞത്. സ്വാമി പറഞ്ഞു, സന്തോഷപ്പെട്ടുകൊണ്ടും പാടിക്കൊണ്ടും ആടിക്കൊണ്ടും ഉത്സാഹത്തോടു കൂടിയിരിക്കുന്നു ചിലർ. അത് ആ ചൂട് ഏർപ്പെട്ട ദുഃഖം സഹിക്കാനാവാതെ ആണെങ്കിലും അവർ പറയേ ഇതെന്തൊരു ചൂട്, ഒരു ചൂടും ഇല്ല എന്ന് പറയും. കാര്യം അവരുടെ ഉള്ളിൽ തൻ്റെ കുടുംബം നോക്കാമെന്നുള്ള ആ ഒരു ഇത് കിടക്കുകയാണ്. അതിലവർ സന്തോഷപ്പെട്ടു. അങ്ങനെയാണ് നമ്മളെല്ലാം ചെയ്യണം. അങ്ങനെ ദുഃഖത്തെ സുഖമായിട്ട് വിചാരിച്ചുകൊണ്ട് സന്തോഷപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നവരാണ്. അങ്ങനെയല്ലേ ചെല്ലാൻ? എല്ലാം ദുഃഖമാണെന്ന് നമുക്ക് തിരിച്ചറിയാം. അമ്മമാർ അനുഭവിക്കുന്ന ദുഃഖം എന്തുമാത്രമാണ്. കാര്യം അവർക്ക് ചമയൽ, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ, കുട്ടികളെ വസ്ത്രം അലക്കി കൊടുക്കൽ തുടങ്ങി എന്തുമാത്രം കാര്യങ്ങൾ. ഇതെല്ലാം സുഖപ്രദമാണോ? അവർക്ക് സ്വപ്ന സമയം ഒന്ന് കണ്ണടച്ചിരിക്കുക, ഒന്ന് ഏകാന്തമായിട്ടിരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. പക്ഷെ ഇവരിത് ആനന്ദമായിട്ട് ചെയ്യണം. എന്തുകൊണ്ട്? ആ ദുഃഖത്തെ ഏതോ ചില വിചാരങ്ങൾ കൊണ്ട് സുഖമായി വിചാരിച്ചുകൊണ്ട് അങ്ങ് ചെയ്യണം. ഇതാണ് ഇവിടെ പറഞ്ഞതാണ്. അതുകൊണ്ട് പറയണ ശരീരം എടുത്തതാണ് ദുഃഖത്തിന് കാരണം. ശരീര പരിഗ്രഹം ഇല്ലാതിരുന്നാൽ ദുഃഖവുമില്ല. ഇതാണ് ആത്യന്തികമായ ദുഃഖ നിവൃത്തിക്കുള്ള ഉപായം. ശരീരം എടുക്കുന്ന അർത്ഥം എന്തിനാണ്? ജനിച്ചതാണ്. അപ്പൊ ഇനി ജനിക്കാതിരിക്കണം. എന്ത് വേണം? മരിക്കാതിരിക്കണം. വെരി ഗുഡ്. അതാണ് മരിക്കാതിരിക്കണം. മരണം വെച്ചാൽ എന്താണ്? മരണം എന്ന് വെച്ചാൽ അതിൻ്റെ ശരിക്കുള്ള ഒരു അർത്ഥം പറയുന്നത് എങ്ങനെയാണ്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജ്ഞാനമടഞ്ഞ് സർവദുഃഖ നിവൃത്തി പരമാനന്ദ പ്രാപ്തിയായ മുക്തി സുഖം വരാത്തത് ഞാൻ മരണമെന്ന്. മരണം ശരീരം പോണതല്ല. അങ്ങനെയാണെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന് ശരീരം പോയില്ലേ? അത് മരണമാണോ? അല്ല, വലിയ മഹത്തുക്കള് ശരീരം പോയില്ലേ? അത് മരണമാണ്. മരണമല്ല. അവരെ പറ്റി പറയുന്നത് അത് മരണമല്ല. കാരണം ഈ മരിക്കുന്ന ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ താൻ മരിക്കാത്ത ആത്മാവാണെന്ന് ആർക്കറിയാൻ കഴിഞ്ഞു? അവർക്ക് മരണമായി. താൻ മരിക്കാത്ത ആത്മാവാണ് എന്ന് വെച്ചാൽ വേറെ വിധത്തിൽ പറഞ്ഞാൽ ജ്ഞാനമാണ് അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മരണമില്ല. മരിച്ചു കഴിഞ്ഞാൽ ജനിക്കും, ജനിച്ചു കഴിഞ്ഞാൽ മരിക്കും. ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. അതുകൊണ്ട് അവർ പറഞ്ഞു ഇനി ജനിക്കരുത്. അതിനെന്ത് വേണം? മരിക്കരുതെന്നാണ്. ഇനി ജനിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ മരിക്കരുതെന്നാണ്. പല പിടിയിട്ടുന്നുണ്ട്. മരിക്കാതെ എങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു. അവർ പറയുന്നു അമരത്വം വന്നാൽ മതി. അമരത്വം എന്ന് പറഞ്ഞാൽ ജ്ഞാനം അടഞ്ഞാൽ മതി. ഒക്കെ പറഞ്ഞു തരും. ജ്ഞാനം അടയണമെങ്കിൽ എന്ത് വേണം? തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ ഉള്ളതുപോലെ തിരിച്ചറിയണം. തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ ഉള്ളതുപോലെ തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? മനസ്സ് കൽമഷരഹിതമായി മാറണം ആദ്യം. അതിനാണ് പറയുന്നത് മനഃശുദ്ധിക്കായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. മനസ്സിൽ ഏതെങ്കിലും രാഗദ്വേഷ മതമത്സരങ്ങളുണ്ടെങ്കിൽ ഇതിലോട്ട് വരാൻ പറ്റേയില്ല. അസൂയ, കുശുമ്പ്, കുണ്ടണി, ഇങ്ങനെ 16 ചിത്തവൃത്തികൾ പറയുന്നു ഇവര്. അതിൽ ഏറ്റവും കഠിനമെന്ന് പറയുന്നത് കാമക്രോധഞ്ച ലോഭഞ്ച ദേഹേ ദിഷ്ടന്തി തസ്കരാഹ ജ്ഞാനരത്നാപഹാരായ തസ്മാ ജാഗ്രത. ഇവര് ജ്ഞാനരത്നത്തെ അപഹരിക്കുന്ന കള്ളന്മാരാണെന്ന്. അവരുടെ മേൽ വലിയ ജാഗ്രത ഉണ്ടായിരിക്കണം. കാമം, ക്രോധം, ലോഭം. ലോഭം എന്ന് ഭയങ്കര ചിത്തവൃത്തിയാണ്. ദുര്യോധനാണ് ലോഭത്തിൻ്റെ പ്രതീക നിധിയായിട്ട് വെച്ചിരിക്കുന്നത്. ദുര്യോധൻ്റെ ചിത്തവൃത്തി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് സൂചി ഊന്നാനുള്ള സ്ഥലം പോലും അതിന് അർഹതപ്പെട്ട അർജുനാദികൾക്ക് കൊടുക്കില്ല. വാസ്തവത്തിൽ അർജുനൻ്റെയും മറ്റുമാണ് ആ രാജ്യം. പാണ്ഡുവിൻ്റെ പുത്രന്മാരല്ലേ. എന്തിനാണ് പറഞ്ഞത്? സൂചി ഊന്നാനുള്ള സ്ഥലം പോലും ഞാൻ വിട്ടുതരില്ല. ഇതിനെയാണ് ലോഭവൃത്തി എന്ന് പറയുന്നത്.
ഈ ലോഭവൃത്തി വളരെയധികം ഇതിനെ ബാക്കടിപ്പിക്കുക, ഈ ജ്ഞാനത്തിലേക്ക് വരുന്നതിന് വലിയ തടസ്സമായിരിക്കും. പിന്നെ കാമം, ക്രോധം രണ്ടാമത് നിൽക്കുകയാണ്. അതിന് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഈ ഭാഗവതത്തിൽ പറയും. ക്രോധം, ചിത്തവൃത്തി. ഈ ക്രോധം ഉണ്ടായാലും ഇതിലേക്ക് വരാൻ പറ്റില്ല. ലോഭം, ക്രോധം, ലോഭം, മോഹം, കാമം എന്ന് വെച്ചാൽ അനാവശ്യമായ ആഗ്രഹങ്ങളാണ്. അതും അത്യാഗ്രഹങ്ങളാണ്, ആഗ്രഹമല്ല, അത്യാഗ്രഹം. അങ്ങനെ ഒരു ചിത്തവൃത്തിയുള്ളവർക്കും ഇതിലേക്ക് വരാൻ സാധ്യത. ഈ 3 പേര് പിടിച്ചാണ് മറ്റവരൊക്കെ നിൽക്കുന്നത്. ആരൊക്കെ? അതിൻ്റെ സബ് വൃത്തികളാണ് കാമം, ക്രോധം, ലോഭം, പിന്നെ മാത്സര്യം, ഡംഭം, ദർപ്പം, അസൂയ, ഇങ്ങനെ തുടങ്ങിയെല്ലാം ഇവരുടെ സബ് അസിസ്റ്റൻസ്മാരാണ്. അതുകൊണ്ട് അവർ പറയുന്നത് പ്രധാനികളായ 3 പേരെ പറഞ്ഞിട്ട് അവരെ വിട്ടു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും അതിൻ്റെ കൂടെ ഇല്ലാതാവും. അതുകൊണ്ടാണ് 3 പേരെ പ്രധാനമായിട്ട് പറഞ്ഞു. ഇവരാണ് നമ്മളെ മനസ്സിനെ ദുഷിപ്പിച്ചിരിക്കുന്നത്. ഇവരാണ് മനസ്സിനെ ദുഷിപ്പിച്ച് ആത്മസാക്ഷാത്കാരത്തിലേക്ക് തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഇത് വേഗത്തോടുകൂടി ഉണരുന്നവർക്ക് പോലും ഈ ജ്ഞാനം ഉണ്ടാവും. കൂടുതലൊന്നും വേണ്ട, ഇതിന് നല്ലതുപോലെ അങ്ങനെയാണല്ലേ എന്ന് അറിഞ്ഞാൽ പോലും ഈ മനസ്സ് ശുദ്ധമാവുകയും ജ്ഞാനം ഉണ്ടാവാനായിട്ടുള്ള പ്രാരംഭം കുറിക്കുകയും. അങ്ങനെയാണ് പറഞ്ഞില്ലേ, ഈ ദുഃഖത്തെ സുഖമെന്ന് അവര് വിചാരിച്ചുകൊണ്ട് പാടുകയും ആടുകയും ചെയ്ത് അങ്ങനെ ജീവിക്കുന്നത്. ഇതാണ് ജീവിതം. മക്കളെയൊക്കെ വളർത്തി വലുതാക്കി എടുക്കാന്ന് ദുഃഖമാണ് അല്ലേ? മക്കളെയൊക്കെ വളർത്തി എടുക്കുക എന്ന് പറയുന്നത് സുഖമാണ്. പക്ഷേ നമ്മളതിൽ സുഖമാണെന്ന് കൊണ്ടുവന്ന് വെച്ചിട്ട് ആ ദുഃഖത്തെ സുഖമാക്കി അനുഭവിക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ദുഃഖത്തെ സുഖമാക്കി വെച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ഇതെല്ലാം ദുഃഖമയം എന്ന് വേദം. പിന്നെ ഈ സുഖം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അവർ പറഞ്ഞു. ഇത് ആത്മാവിൻ്റെ സ്വരൂപമാണ്. അങ്ങനെയുള്ള ആത്മാവിനെ നീ അറിയാതെ മൂഢനായിട്ടിരുന്നുകൊണ്ടാണ് നീ ഈ വേലകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനറിയണമെങ്കിൽ വേണ്ടത് ജ്ഞാനം അടയണം. ജ്ഞാനം വരണമെങ്കിൽ എന്ത് വേണം? മനസ്സാദ്യം ശുദ്ധമാവണം. അതിൽ സദ്ഗുരുവിൻ്റെ ലാഭം ഉണ്ടാവണം. അതിൽ ശ്രവണം ഉണ്ടായി, മനനം ഉണ്ടായി, നിധിധ്യാസനം ഉണ്ടായി. അങ്ങനെ ക്രമത്തിലാണ് ഈ ജ്ഞാനം ഇതിൽ വരുന്നത്. അല്ല, ഒറ്റയടിക്കല്ല. ശ്രവണം, മനനം, നിധ്യാസനം, അതാണ് നമ്മളെ ഈ ശ്രവണമാണ് നമ്മളെ ഇത് ശ്രവണം. ഈ വിവേകത്തോടുകൂടി ഇത് കേൾക്കുമ്പോൾ പല കാര്യങ്ങളും അങ്ങനെയാണ്. പക്ഷെ കുറച്ച് സമയം നിൽക്കും. പിന്നെയും പണ്ട് പ്രവർത്തിച്ചതുപോലെ തന്നെ അതിലും ഇതിലും ഒക്കെ പോയി ചേർന്ന് അങ്ങ് പോകും കുറേ. പക്ഷെ എങ്കിലും അവർ പറയുന്നു നിരന്തരമായിട്ട് ആ അസുഖത്തെ മാറ്റാൻ ചെറിയ മാത്രയിൽ ആ മരുന്ന് കഴിച്ച് ഇത് ഗുണപ്പെടുത്തുന്നത് പോലെ കുറെ കാലം കൊണ്ടാണെങ്കിലും ഇതിന് ഭേദമുണ്ടാവും. അതുകൊണ്ടാണ് ഈ വേദം ഇങ്ങനെ വിധിച്ചിരിക്കുന്നത്. കേൾക്കുക, ഇഷ്ടംപോലെ വേദങ്ങൾ കേൾക്കാന്ന് പറഞ്ഞാൽ വായിച്ചാലും മതി. കുറേയൊക്കെ വായിച്ചൊക്കെ ഇതാക്കും. എങ്കിലും ഒരാൾ കുറച്ചുകൂടെ അറിവൊക്കെ ഉള്ള ഒരാൾ ഒന്ന് പറഞ്ഞ് തരുന്നത് പോലെ അത്ര എളുപ്പമല്ല വായിച്ച് മനസ്സിലാക്കാൻ. ഇങ്ങനെ അങ്ങോട്ട് പോകാം. ദുഃഖസ്വരൂപമായിരിക്കുന്ന സകല ദുഃഖങ്ങളും അന്ധകരണത്തിനല്ലാതെ സച്ചിദാനന്ദ സ്വരൂപിയായ ആത്മാവിൽ ഇല്ല എന്നും വിദ്യയെന്നും വിദ്യയായും ജഡമായും ദുഃഖസ്വരൂപമായി ഇരിക്കുന്ന അന്ധകരണ ധർമ്മങ്ങളോട് ആത്മാവിന് അണുമാത്രം പോലും സംബന്ധമില്ല എന്നും ശ്രുതിയുക്തി അനുഭവങ്ങളാൽ വിചാരിച്ചറിഞ്ഞ് ദുഃഖസംബന്ധമറ്റവനായിരിക്കുന്നു. ഇങ്ങനെയാണ് ദുഃഖസംബന്ധമറ്റവനായിരിക്കുന്നത്. കാരണം ഇതെല്ലാം അന്ധകരണത്തിൻ്റെ செயലാണ്. അന്ധകരണ செயലിന് കാണുന്ന ആളായിട്ടാണ് ആത്മാവിരിക്കുന്നത്. ആത്മാവിൽ ഈ ദുഃഖം ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെ തിരിച്ചറിയാൻ പറ്റില്ല. സഹജമായി പോയത്, സഹജമായി നിന്നാൽ അത് അറിയപ്പെടാൻ പറ്റില്ല. അറിയുന്നതിന് സഹജമായി തന്നെ അറിയാൻ പറ്റില്ല.
അത് സഹജമല്ല. അതുകൊണ്ടാണ് അറിയപ്പെട്ടത് തന്നെ അവിടെ പൂജ. എനിക്ക് മനസ്സിലായില്ല. സഹജമാണെങ്കിൽ അറിയാൻ പറ്റില്ല. ഇത് സഹജമല്ല. അതുകൊണ്ടാണ് സ്വതന്ത്രമായിട്ട് ആത്മാവത്ത ഉള്ളത് കൊണ്ടാണ് ഇത് അറിയപ്പെട്ടത്. അല്ലെങ്കിൽ അറിയപ്പെടാനും പോണില്ല. ഇങ്ങനെയാണ് അത് പറയുന്നത്. ഓ ദേവാദിദേവ സർവജ്ഞ സച്ചിദാനന്ദ വിഗ്രഹമാരമണ പൂജീത കരുണാദിജേ ദിവ്യദണ്ഡ നമസ്കാരം എന്നുള്ള ജ്യോതി സന്നിധവും ശ്രീ